ക്യാപ്റ്റൻസി ടാസ്ക് BB എയർലൈൻ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയതിന് ശേഷം ബിഗ് ബോസ് ചോദിക്കുകയാണ്, ആദില, ജിസേൽ, ഒണീൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഏത് ലൈസൻസ്, എന്ത് ലൈസൻസ് എന്ന് ചോദിക്കുന്നു. വിമാനം പറത്താനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് പറയുന്നു. സാരമില്ല, ഈ വിമാനം പറത്താനായിട്ട് ലൈസൻസ് വേണ്ട, ആധാർ കാർഡ് മതി, അതുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട് എന്ന് പറയുമ്പോൾ ജിഷിയുടെ അടുത്ത് ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് പറയുകയാണ്. ക്യാപ്റ്റൻസി ടാസ്ക് മത്സരാർത്ഥികളായ ഒണീലും ആദിലയും ജിസേലും ഇപ്പോൾ വിമാനം പറത്താൻ പോവുകയാണ്. അതെ, നിങ്ങൾ ഇന്ന് എയറിലാണ്. ആദിലന്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ അത് ശരിയാണ്. തന്നിരിക്കുന്ന കളർ പേപ്പർ ഉപയോഗിച്ച് വിമാനമുണ്ടാക്കി നിങ്ങൾ നിൽക്കുന്ന ചെന്നൈ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ എന്നീ എയർപോർട്ടുകളിലേക്ക് ലാൻഡ് ചെയ്യിപ്പിച്ച് പരമാവധി പോയിന്റുകൾ നേടിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ടാസ്ക്. ഗാർഡൻ ഏരിയയിൽ പൈലറ്റുമാരുടെ പേരുകളുള്ള 3 പോഡിയങ്ങളും പോഡിയങ്ങളിലായി 3 പേർക്കും ഓരോ കളറിലുള്ള പേപ്പറുകളും ഉണ്ടാവും. ഈ പേപ്പർ ഉപയോഗിച്ച് വിമാനമുണ്ടാക്കി സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് വിമാനം പറത്തി ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിപ്പിക്കുക. തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്താൽ 5 പോയിന്റും, കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്താൽ 3 പോയിന്റും, കണ്ണൂർ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യുന്നതെങ്കിൽ 1 പോയിന്റുമാണ് ലഭിക്കുക. പൈലറ്റുമാരുടെ യുക്തിക്കനുസരിച്ച് ഏതൊക്കെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കും. ഇത്തരത്തിൽ ഒരു വിമാനം ഉണ്ടാക്കി അത് പറപ്പിച്ചതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ വിമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഒരാൾ മത്സരിച്ചതിന് ശേഷം മാത്രമായിരിക്കും രണ്ടാമത്തെ ആൾക്ക് മത്സരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവുക. അങ്ങനെ ടാസ്ക് തുടങ്ങുന്നു. ആദ്യം മത്സരിക്കുന്നത് ആദിലയാണ്. ആദിലയ്ക്ക് കണ്ണൂർ എയർപോർട്ടിലേക്ക് 4 വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ആദിലയ്ക്ക് 4 പോയിന്റ്സ് കിട്ടുന്നു. അടുത്തതായിട്ട് ജിസേലാണ് വരുന്നത്. അപ്പൊ ജിസേൽ വരുന്നതിന് മുമ്പ് ആര്യൻ ജിസേലിനെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിസേലിനെക്കാട്ടിലും ടെൻഷൻ ആര്യനാണ്. അപ്പൊ ബിഗ് ബോസ് വിളിച്ചു ചോദിക്കുന്നു, ആര്യൻ നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ? അതെന്തൊരു ചോദ്യമാണ് ബിഗ് ബോസ്. ജിസേൽ മത്സരിച്ചാലും ആര്യൻ മത്സരിച്ചാലും അത് ഒരേപോലെയല്ലേ? അങ്ങനെ ജിസേലാണ് രണ്ടാമത് വരുന്നത്. ജിസേലിന് പക്ഷേ കണ്ണൂർ എയർപോർട്ടിലേക്ക് 1 വിമാനം മാത്രമേ ലാൻഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ജിസേലിന് 1 പോയിന്റ്. മൂന്നാമത് ഒണീൽ വരുന്നു. ഒണീലിന് ആദ്യം തന്നെ കൊച്ചി എയർപോർട്ടിലേക്ക് 1 വിമാനം ലാൻഡ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ 3 പോയിന്റ് കിട്ടുന്നു. പിന്നീട് 2 വിമാനം കണ്ണൂർ എയർപോർട്ടിലേക്കും ലാൻഡ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ 5 പോയിന്റ്സ് നേടി ഒണീലാണ് ഈ മത്സരത്തിൽ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ഒണീലാണ്.